നമ്മളൊക്കെ ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള ജപ്പാന്റെ ഷിൻകാൻസൻ ട്രെയിനുകൾ ഇനി ഇന്ത്യൻ പാളങ്ങളിൽ ഓടും. ജപ്പാൻ അവരുടെ പ്രശസ്തമായ 2 സെറ്റ് ഷിൻകാൻസൻ ട്രെയിനുകൾ ഇന്ത്യക്ക് സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ പരിശോധനയ്ക്കും വിലയിരുത്തലുകൾക്കും ഇത് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. E5, E3 സീരീസുകളിൽ നിന്നുള്ള ഓരോ ട്രെയിൻ സെറ്റുകൾ 2026 തുടക്കത്തിലാണ് ഇന്ത്യയിൽ എത്തുക. പരിശോധനാ ഉപകരണങ്ങൾ ഘടിപ്പിച്ചാകും ഇവ ഇന്ത്യയിൽ എത്തുന്നത്. ഉയർന്ന താപനില, പൊടിപടലങ്ങൾ തുടങ്ങിയ ഇന്ത്യയുടെ പാരിസ്ഥിതിക വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുക എന്നും സൂചന. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു നാഴികക്കല്ലായ പദ്ധതിയാണ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴി. ഈ പരീക്ഷണ ഘട്ടം 2030 കൊണ്ടുവരാൻ നിശ്ചയിച്ചിട്ടുള്ള E10 ട്രെയിനുകൾ ഭാവിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനും സഹായകമാകും. അടുത്ത തലമുറ ട്രെയിനുകൾ വരുന്നതുവരെ പുതിയ റെയിൽ ലിങ്കിൽ ആഭ്യന്തരമായി നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഉപയോഗിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് എന്നാണ് വിവരം. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കുള്ള ധനസഹായം പ്രധാനമായും ജാപ്പനീസ് സർക്കാരിൽ നിന്നുള്ള കുറഞ്ഞ പലിശ നിരക്കിലുള്ള yen വായ്പകളിലൂടെയാണ് ലഭിക്കുന്നത് എന്നതും ശ്രദ്ധേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ഉച്ചകോടിക്കായി ജപ്പാൻ സന്ദർശിക്കുമ്പോൾ ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ കരാറുകളിൽ ഒപ്പുവെക്കും എന്നാണ് റിപ്പോർട്ടുകൾ. മണിക്കൂറിൽ 200 അതിൽ കൂടുതലും കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടികളെയാണ് അതിവേഗ തീവണ്ടികൾ എന്ന് പറയുന്നത്. ജപ്പാനിലെ ഷിൻകാൻസൻ, ചൈനയിലെ CRH, ഇംഗ്ലണ്ടിലെ ക്ലാസ് 395, സ്പെയിനിലെ ഏവ് തുടങ്ങിയവ ഇക്കൂട്ടത്തിൽ പെടുന്നവയാണ്. ഇവയെ ബുള്ളറ്റ് തീവണ്ടികൾ എന്നും പറയാറുണ്ട്. ജപ്പാനിലാണ് ഇത്തരം വണ്ടികൾ ആദ്യമായി പാളത്തിൽ ഇറക്കപ്പെട്ടത്. ഈ പദ്ധതിയുടെ പ്രാരംഭകാലത്ത് ജപ്പാൻ സർക്കാർ അതിന് ബുള്ളറ്റ് തീവണ്ടികൾ എന്നർത്ഥം വരുന്ന ഒരു ജാപ്പനീസ് പേരിട്ടാണ് വിളിച്ചിരുന്നത്. തുടർന്ന് ആഗോള വ്യാപകമായി ബുള്ളറ്റ് തീവണ്ടി എന്ന പേര് ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് റെയിൽവേസിന്റെ നിബന്ധനകൾ പ്രകാരം 250 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിലോടുന്ന വണ്ടികളോ 200 കിലോമീറ്റർ വേഗത്തിലോടാൻ പാകത്തിൽ മെച്ചപ്പെടുത്തിയ റെയിൽ പാതകളിൽ ആ വേഗത്തിലോടുന്ന വണ്ടികളോ ആണ് അതിവേഗ തീവണ്ടികളായി കണക്കാക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഹിറ്റാച്ചി, അൽസ്റ്റോം, സീമെൻസ്, ബൊംബാർഡിയർ, കവാസാക്കി തുടങ്ങിയ കമ്പനികൾ അതിവേഗ തീവണ്ടികൾ വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്നുണ്ട്. ഹയബൂസ എന്നറിയപ്പെടുന്ന E5 മോഡലും E3 മിനി ഷിൻകാൻസനും 2026 തുടക്കത്തോടെ ഇന്ത്യയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടനാഴി പ്രവർത്തനക്ഷമമാകുന്നതിന് വളരെ മുൻപ് തന്നെ ഷിൻകാൻസൻ സാങ്കേതിക വിദ്യ മനസ്സിലാക്കാനും അതുമായി പൊരുത്തപ്പെടാനും ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും റെയിൽവേ ജീവനക്കാർക്കും പരിശീലനത്തിനും പരിചയപ്പെടുന്നതിനുള്ള വേദിയായി ഈ ട്രെയിനുകൾ പ്രവർത്തിക്കും. ഈ 2 അതിവേഗ ട്രെയിൻ മോഡലുകളുടെ സവിശേഷതകളും തനതായ ശക്തികളും നമുക്ക് ഒന്ന് പരിശോധിക്കാം. 2011 അവതരിപ്പിച്ച E5 ഷിൻകാൻസൻ ഹയബൂസ എന്നും അറിയപ്പെടുന്നു. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയുള്ള ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനുകളിൽ ഒന്നാണ്. ഉയർന്ന വേഗതയിൽ സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനും കാറ്റിന്റെ പ്രതിരോധം കുറയ്ക്കുന്നതിനുമായി 15 മീറ്റർ നീളമുള്ള മൂക്കോടുകൂടിയ ആകർഷകമായ എയറോഡൈനാമിക് രൂപകൽപ്പനയാണ് ഇതിനുള്ളത്. ഭാരം കുറഞ്ഞ അലുമിനിയം അലോയ് ഉപയോഗിച്ചാണ് കോച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 253 മീറ്റർ നീളമുള്ള ട്രെയിനിൽ 10 കോച്ചുകളാണ് ഉള്ളത്. ഇതിൽ 731 യാത്രക്കാരെ വരെ വഹിക്കാൻ സാധിക്കും. ശബ്ദരഹിതവും പ്രകമ്പനമില്ലാത്തതുമായ യാത്രയ്ക്കും സുഖപ്രദമായ സീറ്റുകൾക്കും പ്രത്യേകിച്ച് ആഡംബര ഫസ്റ്റ് ക്ലാസ് കോച്ചുകൾക്കും E5 പേരുകേട്ടതാണ്. മിനി ഷിൻകാൻസൻ എന്നും വിളിക്കപ്പെടുന്ന E3 സീരീസ് ഷിൻകാൻസൻ 1997 അവതരിപ്പിച്ചത്. മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഈ ട്രെയിൻ സ്റ്റാൻഡേർഡ് ട്രാക്കുകളിലും വീതി കുറഞ്ഞ പരമ്പരാഗത റെയിൽവേ ട്രാക്കുകളിലും പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും സുഖപ്രദമായ യാത്രാ നിലവാരവും വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ ചെലവ് കുറഞ്ഞ കാര്യക്ഷമതയിലാണ് E3 ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശക്തമായ മോട്ടോറുകളാൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ ഉയർന്ന ആക്സലറേഷനും ഊർജ്ജക്ഷമതയും നൽകുന്നു. ഒരു പൂർണ്ണ E3 ട്രെയിനും ഏകദേശം 253 മീറ്റർ നീളമുണ്ട്. ഏകദേശം 350 യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവുമുണ്ട്. കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ റൂട്ടുകളിൽ അതിവേഗ യാത്രയ്ക്കുള്ള പ്രായോഗികവും ശക്തവുമായ പരിഹാരമാണ് ഈ ട്രെയിനുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.